അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നവീൻ ഹോസ്പിറ്റലാകുന്നു. അപ്പോൾ ഡോക്ടറെല്ലാം ചെക്കപ്പും ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റൊക്കെ വരുന്നു. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. കുറച്ച് ബ്ലഡ് ടെസ്റ്റും കൂടെ വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ സുന്ദരിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൂടെ കൃഷ്ണയുടെ അമ്മയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ കൃഷ്ണയുടെ അമ്മ പറയുന്നു, നമുക്ക് കൃഷ്ണയുടെ അടുത്തേക്ക് പോവുക, എവിടെയാണെന്ന് പറയാം. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ കൃഷ്ണയുടെ അമ്മയ്ക്ക് വയ്യാതാകുന്നു. അങ്ങനെ തളർന്നു വീഴുന്ന സമയത്ത് നമ്മുടെ സുന്ദരി ഇറങ്ങി ഓടും ഇവരെ പറ്റിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഈ ഗുണ്ടകളെ വിളിക്കുമ്പോൾ അവർ ചോദിക്കും, നീ ഇറങ്ങിയോ, എന്നാൽ അവളെ വിടട്ടെ എന്ന് ചോദിക്കുക. പറയും വിടണ്ട, അവൾ എന്നെപ്പറ്റി മോശമായാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവളെ കൊന്നു കളഞ്ഞേക്കാൻ പറയും, നൈറ്റിൽ ഞാൻ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് നവീൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ കൃഷ്ണയുടെ അമ്മയും പോയിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു ഫുഡൊക്കെ കഴിക്കാൻ പറയുന്നു. അങ്ങനെ ഗോപാലൻ്റെ ഭാര്യ ഫുഡൊക്കെ വാങ്ങിച്ച് കൃഷ്ണയുടെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നവീന് വീണ്ടും തളർച്ചയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നവീൻ്റെ കീർത്തിയുടെ അച്ഛൻ വിളിച്ചിട്ട് സിദ്ധാരേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ നവീനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അങ്ങനെ അവനെ പോലീസുകാരെ ഉപദ്രവിച്ചു, ഇങ്ങനെ ഹോസ്പിറ്റലുണ്ടെന്ന് പറയും. അങ്ങനെ സിദ്ധാര ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് സിദ്ധാര നവീനുമായിട്ട് തർക്കിക്കുകയാണ്. നീ എൻ്റെ മോളെ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ നവീൻ്റെ അമ്മ പറയും ഇവിടുന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയും. അങ്ങനെ സിദ്ധാര തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ അമ്മ വീൽ ചെയറിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ കൃഷ്ണയുടെ അമ്മ അവരെ കാണുമ്പോഴത്തേനും പെട്ടെന്ന് ഭയന്ന് മുഖം പൊത്തിപ്പിടിക്കുകയാണ്. മുഖം പൊത്തിപ്പിടിച്ച് ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. ദൈവമേ, എന്താണ് ഈ കാണുന്നത്, വീണ്ടും അവരെ കണ്ടുമുട്ടിയല്ലോ, എത്രയും പെട്ടെന്ന് കൃഷ്ണയെ കണ്ടെത്തി ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിൽ അവർ മനസ്സിൽ കരുതുകയാണ്. അതേ സമയത്ത് സിദ്ധാര പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് ഒന്ന് പരതുകയാണ്. അപ്പോൾ കൂടെയുള്ള അസിസ്റ്റൻ്റേക്ക് എന്താ മേഡം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടതുപോലെ എനിക്ക് തോന്നി, പക്ഷെ വെറും പരിചയമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ വീണ്ടും കാറിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ നവീന് വീണ്ടും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, തലകറങ്ങി വീണ്ടും ബെഡിൽ അനക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് പരിശോധിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കീർത്തി അച്ഛനും ഈ കല്യാണം മുടക്കി, ഇനി ആ കല്യാണം നടക്കത്തില്ല എന്നുള്ള രീതിയിൽ അത് മുടക്കിയതിൽ സന്തോഷത്തിൽ നിൽക്കുന്നു. ഇതേ സമയത്തും ഗുണ്ടകളെല്ലാം കൂടെ കൃഷ്ണയെ വലിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ്. അവളെ കൊല്ലാനുള്ള ഇതിലാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് തന്നെ കൃഷ്ണയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. അപ്പം കൃഷ്ണയുടെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മുത്തശ്ശിയാണ്. വിളിച്ചിട്ട് കൃഷ്ണയെ ഇങ്ങനെ കൊണ്ടുവരണം, കൃഷ്ണ വന്നാലേ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ കൃഷ്ണയുടെ അമ്മ ഗോപാലൻ്റെ ഭാര്യയോട് പറയണേ, മോളെ അവർക്ക് ആവശ്യമുണ്ടെന്ന്, അവരുടെ ജീവിതം രക്ഷിക്കണമെങ്കിൽ അവളെ ആവശ്യമുണ്ട്, പക്ഷെ അവളെ നമുക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല, അവൾ എവിടെയാണോ എന്താണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കൃഷ്ണേനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഗാഥ എവിടെയാണെന്ന് ഒരു അറിവുമില്ല, ഗാഥയുടെ ഒരു വിവരവും ഇല്ല. അപ്പോൾ സിദ്ധാരയും വിഷമിക്കുകയാണ്. ഇങ്ങനത്തെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.